ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ കല്യാണങ്ങൾ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ ഇതിന്റെ കഥയിലേക്കാണ് പോവാം. കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. കാര്യം എന്താ ഞാൻ പറയാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഒരു കാര്യം മകന് സെറ്റായതാണ്. ഏകദേശം നിശ്ചയമൊക്കെ കഴിഞ്ഞു, ഡേറ്റ് തീരുമാനമായി. ഡിസംബറിൽ നിക്കാഹാക്കി വെച്ചതാണ്, ഡേറ്റ് തീരുമാനിച്ച് വെച്ചതാണ്. പക്ഷെ ഭാഗ്യവശാൽ അത് അള്ളാഹു എന്തോ ഒരു കുദ്റത്തിന് ഇപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുണ്ട്, ചാടി പോകുന്ന കുട്ടികൾ, നിക്കാഹ് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുണ്ട്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ പെൺകുട്ടികളുടെ കാലാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു റാഹത്തായിട്ട് ഒരു കുട്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, റബ്ബിനെ സ്തുതി. പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പൊ ആ നിശ്ചയിച്ച് വെച്ചിരുന്ന ആ കുട്ടിക്കാണ് പ്രശ്നം. മാതാപിതാക്കൾ ഇന്നും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ചോദിച്ചപ്പോ, ചോദിക്കാനല്ല, അവള് ആദ്യത്തെ ഞാൻ പറഞ്ഞട്ടോ, അവള് പുറത്തായിരുന്നു. ഇത് പറയാനുണ്ടായ ഒരു കാരണം ഉണ്ടാവുള്ളൂ. നമുക്കത് പറയേണ്ട ആവശ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രണ്ടു വാക്ക് പറയാൻ പലർക്കും പറ്റുന്ന അബദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോ എന്താ, ഇവള് നമ്മൾ ചോദിച്ചിട്ടില്ല. എവിടെ നിങ്ങൾ മക്കളെ കാര്യം നോക്കാൻ പോകുന്നുണ്ടോ അവിടെ രക്ഷിതാക്കളെ പെർമിഷന് അല്ല വേണ്ടത്. രക്ഷിതാക്കൾ ഓക്കെയാണ്, അവൾക്ക് ഓക്കെയാണ്, ഞങ്ങൾ പറയുന്ന എല്ലാം ഓക്കെയാണ്, ആ ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കണ്ട. നിങ്ങൾ അവളുടെ വായെന്ന് തന്നെ ശരിക്ക് ചോദിച്ച് സമ്മതം മേടിക്കണം. സമ്മതം മേടിക്കുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം അവളുടെ ഭാവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് ഓക്കെ എന്ന് തീരുമാനിക്കാൻ. അല്ലെങ്കിൽ പണിപ്പാളും. അപ്പോ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇവള് നമ്മളെ കണ്ടിട്ടില്ല, നമ്മൾ അവളെയും കണ്ടിട്ടില്ല. മോന് പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് ആപ്പ് വഴി തന്നെയാണ് അത് കിട്ടിയത്. ഞങ്ങൾക്ക് ആ കാര്യം കിട്ടി. സ്ഥലവും പേരും മറ്റുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇത് മകന്റെ അടുത്ത് തന്നെയാണ്. മകന്റെ അടുത്ത് മീൻസ് ആ ഭാഗത്താണ്. അവർ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. ഇതിനു വേണ്ടിയിട്ട് അവർ കാണുകയാണ് ചെയ്തത്. അത് അവരുടെ ഫാമിലി അവിടെ ഉണ്ട്, അതുകൊണ്ട്. അങ്ങനെ ഇവരോട് ഞാൻ എൻ്റെ മകനെ അവര് വീഡിയോ കോൾ, അതായത് മാതാപിതാക്കൾ ഇവിടെയാണ്, പെണ്ണിന്റെ പാരൻസ് ഇവിടെയാണ്, അവരെ ഫാമിലി മറ്റുള്ളവരൊക്കെ ഉള്ളു അവിടെ, കസിൻസോ അങ്ങനെയുള്ള അവരുടെ കൂടെയാണ് ഇവളവിടെ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ മകന് ഇവളെ പാരൻസിന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്പറൊക്കെ കൊടുത്തു, വീഡിയോ കോളൊക്കെ ചെയ്ത് അവരതിലൂടെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കും ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു, നമ്മൾ വിളിച്ചില്ലെങ്കിലും അതൊരു മോശമല്ലേ, നമുക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടല്ല അവർക്ക് തോന്നാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്പറൊക്കെ മേടിച്ച് മെസ്സേജ് അയക്കാൻ, ആദ്യം മെസ്സേജ് അയക്കണം. ആ എച്ച് എ അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. സുഖല്ല മോളെ? എച്ച് എ ഹാ. അത് അതും വിട്ട് മെസ്സേജ് വിട്ടിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. ഞാൻ ആകെ തരിച്ചിരുന്നു. കാരണം ഒരു ജീവിതം കിട്ടിക്കഴിഞ്ഞാല് സന്തോഷിക്കേണ്ടല്ല പെൺകുട്ടികള്. പ്രത്യേകിച്ച് ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവാകാൻ പോകുന്നവന്റെ ഉമ്മ ആവുമ്പോൾ നമുക്ക് അവരോട് കുറച്ചും കൂടെ നമ്മളൊരു അല്ലെ നല്ലൊരു രീതിയിലല്ലേ പെരുമാറാ. ഒരു സ്നേഹം കൂടുതലുണ്ടാവും. എൻ്റെ ഭർത്താവായിട്ട് വരാനുള്ളവന്റെ ഉമ്മയാണ്, അവരാണ് എനിക്ക് സലാം ചൊല്ലിക്കുന്ന മെസ്സേജ് ഇട്ടിരുന്നത്. അപ്പൊ നിനക്ക് സുഖല്ല? പിന്നെ എന്താണ്, ജോബിന്റെ തിരക്കിലായിരിക്കൂലേ? അതിലൊന്നും പിന്നെ പിന്നെ മറുപടി ഇല്ല, പിന്നെ ഒന്നുമില്ല. അങ്ങനെ നിനക്ക് ഇഷ്ടമാണോ? അതിനും ഇല്ല. അങ്ങനെ അവര് രക്ഷിതാക്കളോട് നമ്മൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ബിസിയാണ് അവള്, നല്ല ബിസിയാണ്, പിന്നെ ജലദോഷം പിടിച്ചിക്കണ്, തുമ്മലൊക്കെ ആണ്, ചുമയൊക്കെയാണ്, അപ്പൊ അവൾക്ക് അതുകൊണ്ടാണ് അവള് മെസ്സേജ് അയക്കാത്തത് എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞങ്ങളത് പെൻഡിങ്ങിലിട്ട് 3-4 ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു,
ഇനി ഒന്ന് നോക്കി നോക്കുന്ന, നമുക്കിത് അറിയണല്ലോ. അങ്ങനെ ഞാൻ മെസ്സേജ് വിട്ട് അസുഖമൊക്കെ മാറിയോ അപ്പൊ പറഞ്ഞിരുന്നു അങ്ങനെ സുഖമില്ല, ജലദോഷം പിടിച്ചിരുന്നു, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മാറിയോ, ഓഫീസിൽ പോക്ക് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. ഇന്ന് അതിന് മറുപടി ഇല്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇവരോട് ഇത് പറയുമ്പോഴൊക്കെ ഇവര്, നമ്മൾ പല രീതിയിൽ ഇവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവര് എന്റെ കുട്ടി പറയാതെ ഞാൻ അങ്ങനെ പറയോ, അവൾക്ക് ഇഷ്ടമാണ്, അവള് ബിസി ആയതുകൊണ്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചപ്പാണ് ചോറാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു എന്താ പറയാ, നമുക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് നിർത്തുക. സോ അതിൽ കൂടെ അവരും അങ്ങനെ ഞങ്ങള് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചല്ല. അപ്പൊ എന്റെ മോനിക്ക് ഡിസംബറിൽ അവന് വരേണ്ടതായിരുന്നു. ഡിസംബർ അല്ല, ഒക്ടോബറിൽ വരേണ്ടതാണ്. ഒക്ടോബറിൽ അവനക്ക് അവിടെ അവന്റെ ലീവ് വരുന്നതാണ്. അങ്ങനെ വരേണ്ട സമയത്ത് ഇവള് ഡിസംബറിലാണ് വരുന്നത്, നിക്കാവും ഡിസംബറിലായതുകൊണ്ട് അവനെ പിന്നെ അവന്റെ നീട്ടി, വരവ് നീട്ടി. ഇനിയിപ്പൊ അവന് വന്നിട്ട് പിന്നെ പോവാനും പിന്നെ വന്നിട്ട് പിന്നെ അങ്ങനെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതേസമയം ഇവളെന്തൊക്കെ ആ ഡിസംബറിൽ ഒറ്റ വരവ് വന്നിരിക്കണം. ഞങ്ങളറിയില്ല, അവര് രക്ഷിതാക്കളും അറിയില്ല. അങ്ങനെ രക്ഷിതാക്കളോട് പറഞ്ഞത്രേ ഇവള് കൊറിയർ വരുന്നുണ്ടെന്ന്. ഞാനൊരു കൊറിയർ വിട്ടിട്ടുണ്ട്, അതവിടെ വരുന്നുണ്ട്. അപ്പൊ രക്ഷിതാക്കളാണെങ്കിൽ പാവറ്റിങ്ങളാണ്, ഒരു ലോകപരിചയം കുറവാണ്, ഒരു കുഗ്രാമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഉമ്മൊക്കെ കുറച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്, ആളാണ്, ആശാവർക്കറാണ്, അതൊക്കെയാണ്. പക്ഷെങ്കിൽ സംഭവം എന്താ വെച്ചാല് അവരും ആ വർക്കല്ല ഇങ്ങോട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. ഒരു മോളാണ്, ഒന്നാണെങ്കിലും ഒലക്കൊണ്ട് ഇട്ട് അടിക്കണമെന്നാണ്. എനിക്കൊരു മോനെ ഉള്ളൂ, നമ്മളും നല്ല അത്യാവശ്യം നല്ല പെട കൊടുത്ത് പഠിപ്പിച്ചു തന്നെയാണ്. അതിന്റെ ഇത് ഇപ്പൊ കാണുന്നുണ്ട്. ഇത് ചുരുക്കം പറഞ്ഞാല് ഇവര് കൊറിയറും കാത്തിരിക്കുന്ന ഇവരെ മുന്നില് ഈ മോളാണ്ട് ചെല്ലുന്നു. വണ്ടിയിൽ നിന്ന് ഒറ്റയ്ക്ക്, ഗൾഫിൽ നിന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് പിന്നെ ഇത് എന്താ പറയാ, എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ചിട്ട് പോയിരുന്നു. അപ്പോഴാണ് ഇവര് എത്തുന്നത്. എന്തായാലും നല്ല നാളെ നമ്മൾ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവര് നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, മോള് വന്നിട്ടുണ്ട് എന്ന്. വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കാണാം എന്ന് ഞങ്ങളും, കാരണം ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ, ഫോട്ടോ കണ്ടല്ലേ. അപ്പോൾ ഞാനും പിള്ളേരും ഒക്കെയൊക്കെ കൂട്ടിയിട്ടൊന്നുകൊണ്ട് പോയി. അങ്ങനെ പോയി കാണാൻ പോയപ്പോൾ ആകെ ഉറക്കത്തിൽ ചടപ്പിലാണ് വരുന്നത്. 11-12 മണി ആയിട്ടുണ്ടാവും. അപ്പൊ രാത്രി കുറേ വർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ രാവിലെ പിന്നെ ഉച്ചക്കാവും എണീറ്റ് വരാനുണ്ട്. ഇത് നമ്മൾ പോകുന്ന ദിവസം അവരോട് പറഞ്ഞതാണ്, എല്ലാം മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ കുട്ടിക്ക് ഒരു താല്പര്യമില്ല, ഒരു താല്പര്യമില്ല. അങ്ങനെ അതാണ് ആ മെസ്സേജിന്റെ ഒക്കെ റിപ്ലൈ വരാത്തതും. ഉറക്കത്തിൽ നിന്ന് ആ മാതാപിതാക്കൾ പോയിട്ട് വിളിച്ചിട്ടാണ് ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് ഒരു കാലും നീട്ടി വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് അഹങ്കാരത്തിന്റെ ഇഷ്ടം ഇങ്ങനെ ആക്കിയിട്ട് കുറെ ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാൻ പറയാണ് പെൺകുട്ടികളെ ഇപ്പത്തെ ഒരു ഇത് മാതാപിതാക്കൾ പഠിപ്പിക്കണ കോലത്തിനെ പറ്റി പറയണേ. എന്നിട്ട് എന്താണ് ഈ എന്താണ് വീട്ടില് അത്ര പ്രാപ്തിയൊന്നുമില്ല. അപ്പൊ ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ചിട്ട് ഇവളെ വക ചെലവാണ് അവിടെ. പിന്നെ ഇവളാണ് ലോൺ അടക്കുന്നത്, ഇവളാണ് ഇനി എല്ലാ ചെലവ് നടത്താനുള്ളത്. അപ്പൊ ഇവളെ കീഴിലാണ് രക്ഷിതാക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പേടിക്കണോ രക്ഷിതാക്കൾ, ഇവള് പറയുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പൊ രക്ഷിതാക്കൾക്കാണെങ്കിൽ നമ്മളെ ഈ കാര്യം കേട്ടപ്പം എന്താ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, പിന്നെ വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, അവന്റെ ജോലിയും സാലറിയും ഒക്കെ അറിഞ്ഞപ്പം അവർക്ക് ആ ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവരാ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് താല്പര്യം പ്രകടിപ്പിക്കും. പ്ലസ് അവന് അവിടെ തന്നെ ജോലി, അപ്പം അവിടെ തന്നെ ആവുമ്പോൾ അവൾക്ക് 2 കൊല്ലത്തെ വിസുള്ളതാണ്, അപ്പൊ അടുത്തടുത്ത് തന്നെ ആവുമല്ലോ എന്നൊക്കെ ചിരിക്കാൻ പറഞ്ഞ കഥ കുതാം. ഇവളോട് ഞാൻ സംസാരിച്ച്, ഞങ്ങളെല്ലാവരും അങ്ങനെ സംസാരിക്കാം, പക്ഷെ വലിയ താല്പര്യമില്ലാതെ ഒരു ഉറക്കത്തിൽ വന്ന് ഇട്ടല്ല. ഞാൻ ചോദിച്ചു, അതൊക്കെ പോട്ടെ, നിനക്ക് എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടോ? എടാ കല്യാണം നിശ്ചയിച്ച് വെച്ച് നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാൻ വാട്സപ്പ് കൂടെ ചോദിച്ചതാണ്, തന്നില്ല മറുപടി. അപ്പോൾ വീണ്ടും ഞാൻ കണ്ടപ്പോൾ ചോദിച്ചാണ്, അവൾ നാവെന്ന് വരട്ടെ. അപ്പൊ അവള് പറഞ്ഞതാ, ഞാൻ എന്തോന്നാ പറയാ, എന്ത് ഞാൻ എന്താ പറയാന്ന്. ആരാ പറയണത്? കെട്ടാൻ പോകുന്ന പെണ്ണ് ആരോടാ പറയുന്നത്?
ചെക്കന്റെ പെരക്കാരോട്. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാ കല്യാണം കഴിക്കണേ? നമുക്ക് വേണ്ടിട്ടാ. ഈ പെണ്ണ് എന്തോന്നാ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. അപ്പൊ ഇവള് ഏത് ലോകത്ത് നോക്കിയിട്ടാണ് വരുന്നത്, ഏത് അടപ്പി നോക്കിയിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞമ്മക്ക് കൂടെ ആകെ ഒരു കൺഫ്യൂഷനും വിഷമവും എല്ലാം. കാരണം ചെലവ് വരെ എത്ര ചെലവ് നടത്തി. നമ്മള് 2 മാസത്തോളം അങ്ങനെ ഒരു ഇതിൽ നിന്ന് ഈ കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊക്കെ നിന്ന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മഹറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് മൊത്തം ചടപ്പിച്ച്. അങ്ങനെ അവിടുന്ന് ഞങ്ങള് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും അവര് ഈ വർത്തമാനം തന്നെ പറയുന്നു. എന്താ അവൾക്ക് ഇഷ്ടാണ്, അതങ്ങനെ ഒരു ഇതാണ് അവളില്ല, അങ്ങനൊന്നും അവള് പറയില്ല, അത് അങ്ങനാണ് ഇങ്ങനാണ്, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അത് തീരുമാനിക്കൂ, ഞങ്ങളോട് അത് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അങ്ങനെന്താണ് ഇങ്ങനെന്താണ്, ചപ്പാണ് ചവറാണ് ചുരുക്കം പറഞ്ഞാല്. ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വേറെ രീതിയിൽ കൂടെ ഒക്കെ നോക്കിയപ്പം ഞങ്ങൾ ചോദിച്ചത് ചോദ്യം എന്താ വെച്ചാൽ, ഈ കല്യാണം നിശ്ചയിച്ച പെണ്ണ് ഇപ്പൊ അർജന്റായിട്ട് ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം എന്താ? ഇത് ഈ വരുമ്പോ ഒന്ന് മെസ്സേജെങ്കിലും അയച്ചുകൂടെ അവനിക്ക്? അവനിട്ട് അവള് ചാറ്റ് ചെയ്തതാണ്, പല പ്രാവശ്യമായിട്ട് അവൻ ചോദിച്ചതാണ് എന്താണ് എങ്ങനെയാണെന്ന്. അപ്പോഴൊക്കെ അവള് ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞു. പിന്നെ ഞാന് അവിടുന്ന് ചോദിച്ച സംസാരം, പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എന്തൊക്കെ മെസ്സേജ് വിട്ടു. ഈ സഹിക്കാൻ പറ്റും. 2 മാസം 3 മാസം നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവളെ ഉമ്മാനോടും പറഞ്ഞ് അവളോടും പറഞ്ഞു. ഉമ്മാനോടാണ് പറഞ്ഞത്. അത് ഉമ്മ വീണ്ടും ഇവിടുന്ന് ഗൾഫിൽ നിന്ന് പോകുമ്പോൾ പോവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഗൾഫിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഒന്നും കൂടി ഞാൻ കാണാൻ പറഞ്ഞു മോനോട്. വില ഇല്ലാതെ കാണുകയാണ്. അങ്ങനെ ഇവർ കണ്ട് സംസാരിച്ചതിന് ശേഷം അവള് പറഞ്ഞത്, കണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആകെ ഒരു കാര്യമാണ്, നിങ്ങളമ്മ നിന്റെ ഉമ്മാനോട് പലതും പറഞ്ഞിരിക്കുന്നത്, അതെനിക്ക് ഫീൽ ചെയ്തു. ഇവള് ചെയ്തതൊന്നും ഞമ്മക്ക് ഫീൽ ചെയ്തില്ല. ഞാന് അവളെ അമ്മാനോട് പറഞ്ഞതാണ് അവൾക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഫീൽ ചെയ്യാൻ അറിയാം. അപ്പൊ അതുപോലെ മറ്റുള്ളവർക്കും കുറച്ചും ഓരോ വ്യക്തിക്കും ഓരോ മനസ്സുണ്ട് എന്നുള്ള ചിന്ത ഇവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവർക്ക് മാത്രം മനസ്സുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുണ്ടായത്. ഓള് വിചാരിച്ചിരുന്ന ലോക രംഭയാണ്, തിലോത്തമയാണ്, മേനകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മളാണ്ട് അടിച്ച് കയറും, എന്തെങ്കിലും ചവിട്ടി കുത്തിയാലും നമ്മൾ പോകുന്ന ആരാന്ന് നമുക്ക് നല്ലോണം അറിയാം. നമ്മളാരും അവരാരെന്നൊക്കെ അങ്ങനത്തെ അത് അവർക്കും അറിയാം. അങ്ങനത്തേന് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാണ്. അപ്പൊ കുറച്ച് ഒതുങ്ങണ്ടല്ലേ. അപ്പൊ ഇത്രയും അഹങ്കാരം, എന്താ പറയാ, ഇതൊന്നും അടിച്ച് നടന്നാൽ എങ്ങനെ? എന്തെന്നെ ആയാലും ശരി, ഒരു പഠിപ്പിക്കുമ്പം എഞ്ചിനീയറോ ഡോക്ടറോ എന്തറോ നിങ്ങൾ പഠിപ്പിച്ചോളി. നിങ്ങൾ കുട്ടികളെ എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോളി. ഏത് ഉയരങ്ങളിൽ എത്തുമ്പോഴും അദബും അച്ചടക്കവും അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കാനും സ്ഥാനമാനങ്ങളും ആ സ്ഥാനത്തിനനുസരിച്ചുള്ള വാക്കുകളും പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കണം. അത് നല്ലതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളായാലും. പക്ഷെ എന്നാലും നമ്മൾ പെൺകുട്ടികൾ ഒരു തായ്മ വേണമല്ലോ. അത് കൂടെ ഇതിൻ്റെ ഒപ്പം പഠിപ്പിക്കാൻ. ഇല്ലെങ്കിൽ നമ്മളെ, അതായത് രക്ഷിതാക്കളെ പോലും എടുത്തിട്ട് കണ്ടിട്ടും പറമ്പിൽ. എത്രയായാലും രക്ഷിതാക്കള് മക്കളും, മക്കള് രക്ഷിതാക്കളും ആവില്ലല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം, എന്റെ പൊന്നാര രക്ഷിതാക്കളോടും, ചെക്കന്മാരെ രക്ഷിതാക്കളോടും, പെണ്ണുങ്ങളെ രക്ഷിതാക്കളോടും, നമ്മളുടെ കാരണന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മളെ വളർത്തുമ്പോഴൊക്കെ ചെറുപ്പം തൊട്ടേ പറയും, ആരാന്റെ വരെ പോയി പണിയെടുക്കാനുള്ളതാ, ആരാന്റെ വരെ പോയി നിൽക്കാനുള്ളതാ, പിന്നെ ഇത് അങ്ങനെ മതി, ഇത് ഇത്ര മതി, അതത്ര മതി പറയുമ്പോഴൊക്കെ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു, വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 2 ഭാഗം നമുക്ക് പറയാനുണ്ട്. ഞാനിതും പറയും, അങ്ങനെ പറയാൻ പാടില്ല. അവര് നമ്മളെ വീട്ടില് അതേ ലെവലിൽ ജീവിക്കേണ്ടവരാണ്. അതും ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതും പറയണം. എന്താ, നമ്മള് കണ്ണൂരോ മലയാളികൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഞാൻ പറഞ്ഞത്, കണ്ണൂരോ തലശ്ശേരി ഒന്നല്ല, അവിടെ നിൽക്കുന്നവർക്കാവുമ്പോ പിന്നെ ബുദ്ധിമുട്ടില്ല. എന്താ, എന്റെ വീട്ടിൽ തന്നെ സ്വയം നിന്നാൽ മതി, അവിടേക്ക് പയ്യൻ വരുന്നതാണ്. പക്ഷെ ഇതല്ല, അങ്ങനല്ലല്ലോ. നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതാണ്, അപ്പൊ അങ്ങോട്ട് പോകാനുള്ളതാണ്. അപ്പൊ പോകുമ്പോ ഇതേ ചുറ്റുപാടും ഇതേ സിറ്റുവേഷനും ഇതേ രക്ഷിതാക്കളും ആവൂല അവിടെ. അവരുടെ സ്വഭാവങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും, ദിനചര്യ വ്യത്യാസമായിരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം അങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് പോവാനുള്ളതാണെന്നുള്ള
ഒരുക്കം മുന്നറിയിപ്പ് നമുക്ക് ആദ്യം തന്നെ രക്ഷിതാക്കൾ തന്നുകൊണ്ടിരിക്കും. പിന്നെ പല കാര്യങ്ങളും മെസ്സേജായിട്ട് അവർ തരും. പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. അറിയാത്ത കാര്യങ്ങൾ. ചിലരെ പഠിപ്പിക്കും, ചിലരെ പഠിപ്പിക്കാൻ സമയം ഉണ്ടാവില്ല. ചിലപ്പം ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ച് പോകുന്ന കുട്ടികളുണ്ടാവും. പിന്നെ അവരത് മനസ്സിലാക്കി പഠിക്കലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് നമ്മളെ മക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഉം. ചെക്കന്മാർക്ക് കല്യാണം അന്വേഷിക്കുമ്പോ പ്രത്യേക ഒരു കാര്യം, പെണ്ണിന്റെ മനസ്സ് മുഖത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, അത് ഹാ എന്ന് പറയുമ്പോ എത്രത്തോളം ഉണ്ട്. ആ ഒരു ഹാക്ക് നിങ്ങൾ കാത്തിക്കുക, ഇല്ലെങ്കിൽ പണി പാളും. ഞങ്ങൾ കഴിച്ചിലായതാണ്. നിക്കാഹൊക്കെ കഴിച്ചിട്ടാണ് ഈ കാട്ടിക്കൂട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല, പലതുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അത് അവരതാക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ഞാനിതൊരു നിങ്ങൾക്കൊരു മെസ്സേജ് തന്നെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം നിക്കാഹ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല വേദനിക്കും. രണ്ടു ടീമിനും ഭയങ്കര വിഷമായിരിക്കും. എന്നാ ഒരാളാണ് അത് കളിക്കുന്നത്, മറ്റുള്ളവർ പാവങ്ങളായിരിക്കും. എന്തോ ഒരു നല്ലൊരു ഭാഗ്യത്തിനാണ് ആ കുട്ടിക്ക് വരാനും ഞങ്ങൾ പോയി കാണാനും ഞങ്ങൾക്കത് ചോദിക്കാനും ഇങ്ങനൊക്കെ ആവാനും. അൽഹംദുലില്ലാ ഞങ്ങൾ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഉറച്ചും ചെയ്ത് അതിനുശേഷം ഡിസംബർ എന്നുള്ളത് ജനുവരിക്കുന്നായിരുന്നു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒന്ന് ചെറുതായി മാറിയെന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ലേനു. വിളിക്കാനുള്ളത് ലാസ്റ്റ് എത്തുമ്പോൾ നിക്കാഹ് മാത്രല്ലേ, അപ്പൊ വിളിക്കാനുള്ളത് വിളിക്കാലോന്ന് വിചാരിച്ചിട്ട് പലരും ഇങ്ങോട്ട് ചോദിക്കൽ കൊടുത്തി, ഡേറ്റ് ആയില്ലേ എന്തേ പറയാത്തതെന്ന്. കാരണം നമ്മളെ കുടുംബക്കാരൊക്കെയാണ് നിശ്ചയത്തിലുണ്ടായിരുന്നത്. പിന്നെ ആരോടും നമ്മൾ മുണ്ടിയിട്ടില്ല. മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പം അത് കാരണം തന്നെ മറ്റുള്ളവരോട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. എത്ര ആൾക്കാരോട് പറയണം, പള്ളി കമ്മിറ്റി മുതൽ കൂടിയിട്ടുള്ള നാട്ടുകാർ, കാരണന്മാര്, കുടുംബങ്ങള് എല്ലാരെയും നമ്മൾ വിളിച്ചിട്ട് ഇതേപോലെ ഇങ്ങനല്ല അങ്ങനെയാണെന്നുള്ളത് പറയണ്ടേ. അതിന്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടാവില്ലേ. ഇതാരാ ഉണ്ടാക്കിയ ആ ഒരു വാക്കിന് ഇട നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ആദ്യം തന്നെ പറഞ്ഞിടുകയാണെങ്കിൽ ആർക്കും ഒരു ചെലവും ആവൂല, ആർക്കും മാനസികമായിട്ടൊരു വിഷമാവൂല. ഒരു പെണ്ണാണ് അതിന് കാരണം. അപ്പൊ നോക്കണം. അപ്പൊ എന്തായാലും അതിന്റെ എല്ലാം ഡബിൾ കെട്ടിയായിട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. പഠിച്ചവനത് എന്നെന്നും നല്ല രീതിയിൽ നിലനിർത്തി തരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പോഴും ഇതാ വന്ന് ഹാപ്പിയായി ഒരു കുറച്ച് ഫ്രൂട്ട്സ് കൊടുന്ന് മോനും മോളും കൂടെ ഫ്രൂട്ട്സ് ഞങ്ങളെല്ലാവരും കുറച്ച് തിന്നു. അവൾ ഓഫീസിൽ നിന്ന് വന്നാണ് കേട്ടോ. അപ്പൊ അവന് പോയി കൂട്ടിക്കൊണ്ടുവന്നാണ്. അങ്ങനെതാ ഇപ്പൊ രണ്ടാളും കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. വൈകുന്നേരം അവർക്കൊന്ന് കറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ചയെ കറങ്ങാൻ പറ്റുള്ളൂ. വർക്കുള്ളതാണ്, അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ അൽഹംദുലില്ലാ വർക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം അവളെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയക്കും എല്ലാവർക്കും. അങ്ങോട്ടൊന്ന് സംസാരിക്കണം. സംസാരിക്കാതെ നിൽക്കുന്ന ആൾക്കാർ ഡേഞ്ചറാണ്. അപ്പൊ അധികം സംസാരിക്കണം എന്നില്ല, എന്നാൽ ആവശ്യത്തിന് സംസാരിക്കും വേണം. എപ്പോഴും സംസാരിക്കണവരുടെ മനസ്സിലൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോ ഞാൻ അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സിന്റെ പോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരവും പറച്ചിലും ഒക്കെ. അതുകൊണ്ട് തന്നെ എന്താ പേടിയില്ല അവർക്കും. ഇപ്പോ എന്ത് പറയണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ എടാ ഡി നേരെയുള്ള വർത്താനത്തിൽ തന്നെ ഞങ്ങൾ പോകുന്നു. എന്തിനാണ് നമ്മൾ അത്ര ഇത് വെച്ചിട്ട്. പക്ഷെ സ്ഥാനത്തിന് സ്ഥാനം നിൽക്കും വേണം. അതിന് വിട്ട് അങ്ങോട്ട് കയറും വേണ്ട. പക്ഷെ ഇങ്ങനെ നിന്നിട്ടില്ല ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. ഞാൻ അമ്മായിയമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ആ നിൽക്കുള്ളൂ, ഞാൻ ഔട്ടാവും. പക്ഷെ നമ്മള് ഫ്രണ്ട്സിനെ പോലെ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ലല്ലോ. കാര്യങ്ങൾ എപ്പോഴും പറയാം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ആ കുറച്ചു നേരത്തിനേ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് പറയാനുള്ളത് പറയാം. പിന്നെ അത് ശരിയായിക്കോളും. പിന്നെ അവരത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ആദ്യത്തെ ഒരു കാര്യം പോയത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു. അവരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളാലാണ് ഞങ്ങളിത് ഒഴിവാകുന്നത്. ഞങ്ങൾക്ക് കുട്ടീനാണ് വേണ്ടത്, ഉമ്മാനും ബാപ്പാനും അല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഞങ്ങൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇതിന്റെ ശേഷം നിങ്ങളിൽ നിന്ന് വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അവര് ഓക്കെ എന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പിരിഞ്ഞതാണ്. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ നാട്ടിൽ തന്നെ, എന്റെ നാട്ടിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ കൾച്ചർ തന്നെ. അൽഹംദുലില്ലാ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ വേറെ.
നമ്മളെ അറിയുന്ന ആൾക്കാർ, നമ്മളെ നാട്, നമ്മൾ മലപ്പുറം, നമ്മളെ ഏരിയ തിരൂര് ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാല് സ്നേഹത്തിന്റെ നിറക്കുടങ്ങളാണ്. രണ്ട് പെൺകുട്ടികളെ കൊടുക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ മോനും ഇവിടുന്ന് ആവട്ടെ എന്നുള്ള ഒരു ചിന്ത വളരെയധികം മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് എന്നോട് പലവട്ടം പറയുമായിരുന്നു. പോകുമ്പോഴും അവിടെ നിന്ന് ആയപ്പോഴും കുറച്ച് ദൂരം ആയപ്പോഴും മനസ്സിൽ വിങ്ങലായിരുന്നു. നമ്മളെ കൾച്ചറിനോട് ചേർന്നിട്ടല്ലല്ലോ. അത് അവരെ ഭക്ഷണ രീതി, അവരെ സംസാരം, അവരെ എല്ലാ കാര്യങ്ങളും വേറെ രീതിയിൽ കൂടെയാണ്. ശൈലി വരെ, സംസാര ശൈലി വരെ മാറിയിട്ടാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്തോ പടച്ചവന് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവില്ല. അപ്പോ ഇനി വിഷമിച്ചിട്ട് നിൽക്കുന്ന മക്കളെ കല്യാണം കഴിയാത്ത എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും നല്ലൊരു മരുമോളെ കിട്ടട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്തായാലും റബ്ബിന് സ്തുതി. അപ്പോ ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ മോന്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മിഹ്റാജ് രാവാണ്. വേറൊരു വീഡിയോസുമായി വരാം. ഫ്രീ ആകുമ്പോൾ ഫ്രീ ആണ് ലെവലിൽ വരാം. ഇന്ന് ഫ്രീ ആയിട്ടൊന്നല്ല, ഉം, എന്തോ ഫ്രീ ആയിപ്പോയതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു ഒരേ ഇരുന്നിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കമന്റിനനുസരിച്ച് ഞാൻ മറുപടി തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.